ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ 17 നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ 1 അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ക്രിസ്തുവിൻ്റെ വംശാവലി. നമ്മുടെ ആരാധനാക്രമ വർഷം ആരംഭിക്കുന്നത് ആഗമന കാലത്തോടെയാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ അനുസ്മരിക്കുന്ന ക്രിസ്മസ് ദിനത്തിൻ്റെ ഒരുക്കമുള്ള കാലമാണ് ആഗമനകാലം. ഈ ആഗമനകാലം ക്രമീകരിച്ചിരിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് 4 ആഴ്ചകളിൽ നീണ്ടു നിൽക്കുന്ന ആഗമനകാലം. രണ്ടാമത്തേത് ആഗമനകാലത്തിലെ ആദ്യത്തെ ആഴ്ചകളിലുള്ള ഇടദിവസങ്ങളും 17 മുതൽ 24 വരെയുള്ള ഇടദിവസങ്ങൾ. ഇന്നലെ നമ്മൾ ആഗമനകാലത്തിലെ 3-ാമത്തെ തിങ്കളാഴ്ചയാണ് ആഘോഷിച്ചതെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഡേറ്റിനാണ്, ദിവസത്തിനല്ല, ഡേയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ക്രിസ്മസിന് ശേഷമുള്ള അഷ്ടദിനത്തെ പോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ക്രിസ്മസിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരുക്കത്തിൻ്റെ ഈ 8 ദിവസങ്ങൾ, 17 മുതൽ 24 വരെയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നു മുതലുള്ള ദിവസങ്ങൾ ആഗമനകാലത്തിലെ ദിവസമായിട്ട് കരുതാതെ ഡിസംബർ 17, 18, 19 ആ ദിവസത്തിന്, ഡേറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ അനുസ്മരിക്കുന്നത്. ഇന്നത്തെ വചനഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മത്തായി തൻ്റെ സുവിശേഷം എഴുതിയത് യഹൂദ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മത്തായി സുവിശേഷത്തിലൂടെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിന് മുൻപായി യഹൂദ ജനങ്ങൾ വർഷങ്ങളായും നൂറ്റാണ്ടുകളായും കാത്തിരുന്ന മിശിഹ തന്നെയാണ് യേശു ക്രിസ്തു എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഒരു അവതരണം കൊടുത്തിട്ടാണ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. മത്തായി ഈ ഒരു വംശാവലിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രം: ക്രിസ്തു എങ്ങനെയാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന ചിന്ത കൃത്യമായിട്ടും വ്യക്തമാക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ഉടനീളം പൂർവ്വപിതാക്കന്മാർക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങളിലും അവരവരുടെ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിലും വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമുള്ള സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും യൂദായുടെയും ഒക്കെ പിൻതലമുറക്കാരനാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ആ പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് ക്രിസ്തു മാറുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിലെ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ഒരു കാലം വരുന്നു എന്ന ഒരു പ്രവചനമുണ്ട്. അതിന്റെ പൂർത്തീകരണമാണ് ദാവീദിന്റെ പിൻതലമുറക്കാരനായിട്ട് ക്രിസ്തുവായി അവതരിപ്പിക്കുമ്പോൾ ആവുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തില് ആഹാസ് രാജാവിനോട് യെശയ്യാ പറയുന്ന ഒരു കാര്യമുണ്ട്: യുവതി അല്ലെങ്കിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അതിന്റെ പൂർത്തീകരണവും ഈ വംശാവലിയിൽ കൃത്യമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി വംശാവലിയിലെ എല്ലാവരും പിതാവും മകനുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ടും സൂചിപ്പിക്കുമ്പോഴും യാക്കോബിന്റെ മകനായ ജോസഫ് എന്റെ ഭാര്യയായിരുന്നു മറിയം, ആ മറിയത്തിലൂടെയാണ് ഈശോ ജനിച്ചത് എന്ന് സൂചിപ്പിക്കുമ്പോൾ അവിടെ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന ആ യെശയ്യാ പ്രവാചകന്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ അബ്രഹാം മുതൽ ഈശോ വരെയുള്ള 42 തലമുറകളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മത്തായി ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രം: ക്രിസ്തു പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് മത്തായി സംസാരിക്കുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, ദൈവം നമുക്കും വാഗ്ദാനം നൽകിയിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ഇന്നും ദൈവം വിശ്വസ്തൻ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ ഇന്നും ഓരോ നിമിഷവും നമ്മളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തില് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ വേണ്ടി പോവുകയാണ്, സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന് ക്രിസ്തു ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദാനം നൽകുമ്പോൾ നമ്മളുടെ മുൻപിലായിരിക്കുന്ന മരണത്തിന് ഏറ്റവും വലിയ പ്രത്യാശയുടെ മാനം കർത്താവ് കൊടുക്കുകയാണ്. ഇന്ന് ഈ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം,
ഇങ്ങനെ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനായിട്ടും നമ്മൾ ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ദിവസം നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ക്രിസ്മസിന് ഏറ്റവും അടുത്തുള്ള ഈ ഒരുക്കത്തിന്റെ 8 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങൾക്ക് വിശ്വാസം തരണമേ. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഇത്രത്തോളം വചനത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴും പലപ്പോഴും എൻ്റെ വിശ്വാസരാഹിത്യം എൻ്റെ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള തടസ്സമായിട്ട് മാറിപ്പോകുന്നുണ്ട്. കർത്താവെ വിശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.